നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസ് നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വലിയ പ്രതീക്ഷകൾ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ ടീമിനായിട്ടില്ല. രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായതോടെ ടീം വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട്. തുടർച്ചയായ 5 മത്സരത്തിലെ തോൽവികൾക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് അല്പം ആശ്വാസം കാണാൻ രാജസ്ഥാനായിട്ടുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനമാണ് രാജസ്ഥാന് കരുത്തായി മാറിയത്. 35 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ഇന്ത്യക്കാരന്റെ IPL-ലെ വേഗ സെഞ്ചുറി, IPL-ലെ വേഗ 2ാം സെഞ്ചുറി എന്ന റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 14ാം വയസ്സിൽ ഇത്തരമൊരു അത്ഭുത പ്രകടനം നടത്തി ലോക ക്രിക്കറ്റിനെ വിസ്മയിപ്പിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. വൈഭവിന്റെ പ്രകടനം രാജസ്ഥാന്റെ മോശം പ്രകടനത്തിനിടയിലും എല്ലാവർക്കും അല്പം ആശ്വാസമേകുന്നതാണ്. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തിരിക്കുന്നത് ടീമിനെയും ആരാധകരെയും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ഇടുപ്പിന് പരിക്കേറ്റ സഞ്ജു കളിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ടീമിന്റെ ഭാഗമായി തുടരുകയാണ്. എന്നാൽ വൈഭവ് ഇപ്പോൾ താളം കണ്ടെത്തിയതോടെ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ട് ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പോയേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. BCCI ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് ഇപ്പോഴും വലിയ പ്രശ്നമാണ്. സഞ്ജു ടീമിനൊപ്പം നിൽക്കുന്നത് സഹതാരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. വൈഭവ് സൂര്യവംശി ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് നെറ്റ്സിലടക്കം സഞ്ജു വലിയ പിന്തുണയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു ടീമിനൊപ്പം തുടരണമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ താല്പര്യം. എന്നാൽ ആവശ്യത്തിന് ചികിത്സ എടുക്കാത്ത പക്ഷം സഞ്ജുവിന്റെ പരിക്ക് കൂടുതൽ ഗുരുതരമായി മാറാനും സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ സഞ്ജുവിനോട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സഞ്ജു ഇന്ത്യയുടെ T20 ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ്. BCCI കരാറിൽ ഉൾപ്പെട്ട സഞ്ജു ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഫിറ്റ്നസിൽ ഇന്ത്യൻ ടീമിനും ആശങ്കകളുണ്ട്. ഏഷ്യ കപ്പും T20 ലോകകപ്പുമെല്ലാം വരാനുള്ളതിനാൽ സഞ്ജുവിന് വേഗത്തിൽ ഫിറ്റ്നസിലേക്കും പഴയ ഫോമിലേക്ക് എത്തേണ്ടതുമായിട്ടുണ്ട്. സഞ്ജുവിന് സമീപകാലത്തായി തുടർച്ചയായി പരിക്കേൽക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടയിൽ കൈവിരലിന് പൊട്ടലേറ്റിരുന്നു. ഇതിനുശേഷം സഞ്ജു പഴയ ഫിറ്റ്നസിലേക്ക് എത്തവെയാണ് പരിക്ക് വീണ്ടും വില്ലനായി മാറിയത്. സഞ്ജുവിന് കൂടുതൽ വിശ്രമം അനിവാര്യമാണെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് ഉടൻ തന്നെ സഞ്ജു പോവാനാണ് സാധ്യതയും. പാതി വഴിയിൽ രാജസ്ഥാൻ വിടാൻ സഞ്ജു തയ്യാറാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ തുടർന്നിട്ടും ഇനി കാര്യമില്ലെന്ന് പറയാം. ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചതാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാലും രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് വിശ്രമം അനുവദിക്കാനും രാജസ്ഥാൻ ടീമും തയ്യാറായേക്കും. നിലവിൽ ടീമിനൊപ്പമുള്ള സഞ്ജു അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് മടങ്ങിയേക്കുമെന്നാണ് സൂചനകളുള്ളത്. സഞ്ജുവിന്റെ ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം ടീം നൽകുന്നുണ്ട്. നിലവിൽ സഹതാരങ്ങളുടെ പരിശീലനത്തിനടക്കം സഹായിക്കുന്ന സഞ്ജുവിന്റെ പരിക്ക് ഗുരുതരമായാൽ കാര്യങ്ങൾ കൂടുതൽ പ്രയാസമാകും. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഫിറ്റ്നസിന് പ്രാധാന്യം നൽകി തീരുമാനമെടുക്കാനാണ് സാധ്യത.